പച്ചപ്പയറും അതുപോലെ തന്നെ പച്ചക്കായും വെച്ചിട്ടുള്ള ഒരു ഉപ്പേരി അല്ലെങ്കിൽ കുത്തിക്കാച്ചിതായിട്ട് നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത് തൃശ്ശൂർ സ്റ്റൈലാണ്. എന്തായാലും നമ്മൾ 2 പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. 2 പച്ചക്കായ എന്ന് പറയുമ്പോൾ 1/4 കിലോ വരുന്നുണ്ട്. അതുപോലെ ഒരു 10-12 വള്ളിപ്പയർ, അതല്ലാന്നുണ്ടെങ്കിൽ അച്ചിങ്ങപ്പയർ, ഇതൊക്കെയായിട്ട് നമ്മൾ പല പേരിൽ വിളിക്കാം. നമ്മളെന്തായാലും പച്ചപ്പയർ എന്നാണ് പറയുക. ഒരു 150 ഗ്രാം ഉണ്ട് പച്ചപ്പയർ. പച്ചക്കായ 2 ഒരു 250 ഗ്രാമും വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു കണക്കിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചക്കായുടെ തൊലി കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു കറുത്ത ഭാഗങ്ങളൊക്കെ മാത്രം ഒന്ന് ചുരണ്ടി കളഞ്ഞാൽ മതി. പച്ചക്കായ നടുമുറിച്ചതിന് ശേഷം നമ്മൾ 4ആയിട്ട് ഇതുപോലെ ഇങ്ങനെ കീറിയെടുക്കൂട്ടോ. എന്നിട്ട് അധികം കനത്തിലല്ല എന്നല്ല കനം കുറഞ്ഞിട്ടല്ല എന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടാണ് നമ്മൾ പച്ചക്കായ സെറ്റാക്കണത്. പച്ചക്കായ നുറുക്കിയിടുമ്പോൾ ഉപ്പുവെള്ളത്തിലേക്കാണ് ഇടുക. അതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ടാണ്. ഇനി കറ കളയാൻ താല്പര്യമില്ല, അത് ഭയങ്കര ഹെൽത്തിന് നല്ലതാണെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ എന്തായാലും കറ കളഞ്ഞിട്ടുണ്ട് അതുപോലെ വെള്ളത്തിലിടുക. അപ്പോൾ ഉപ്പുവെള്ളത്തിലിട്ടിട്ട് പച്ചക്കായ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വള്ളിപ്പയർ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ വള്ളിപ്പയർ, അതായത് പച്ചപ്പയർ നുറുക്കിയെടുക്കാറ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഒരു പച്ചപ്പയറല്ല കേട്ടോ നമ്മൾ ഇവിടെ കിട്ടുന്നത്. ഞാൻ UAE-ലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ പച്ചപ്പയറിനകത്ത് രുചി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല. എങ്കിലും നമ്മളൊരു സമാധാനത്തിന് കഴിക്കാമെന്ന് മാത്രം. അപ്പോൾ പച്ചപ്പയറും അതുപോലെ തന്നെ പച്ചക്കായും റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് രണ്ടിനും അധികം വേവിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കുക്കറിൽ ഞാൻ ഒരുമിച്ചിട്ട് തന്നെ അത് വേവിക്കെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആവിയിൽ വേവിക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ പെട്ടെന്ന് ആവാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ട് കുക്കറിൽ വിസിൽ പിടിച്ചിട്ട് നമുക്ക് വേവിക്കട്ടോ. അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് കളർ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് 2-2.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. അടിയിലൊന്ന് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, വളരെ കുറച്ചില്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോവും. അപ്പോൾ നമുക്ക് പ്രഷർ കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വിളിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. ഇനി നമുക്കിത് കുത്തിക്കാശാനുള്ള ഐറ്റംസ് നോക്കാം. ഒരു 4 വെളുത്തുള്ളി വലുതായതുകൊണ്ട് 4 എടുത്തുള്ളൂ, അല്ലെങ്കിൽ 6-7 എണ്ണം നമുക്ക് എടുക്കാം. ചുവന്നൊരു 8-10 വരെ എടുക്കാം കേട്ടോ. ഇത് രണ്ടും നല്ലപോലെ ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ പ്രഷർ കുക്കർ ഒരു വിസിൽ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫുൾ പ്രഷർ അപ്പം തന്നെ കളയണുണ്ട്. വിസിൽ വിളിച്ചപ്പോൾ തന്നെ തീ ഓഫ് ചെയ്തിട്ട് പ്രഷർ അപ്പം തന്നെ കളഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വെന്തുടയാണ്ട് ഉതിർന്ന് നമുക്ക് കിട്ടും. 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്, ചേർക്കുന്ന വെള്ളം അതുപോലെ തന്നെ നമ്മൾ വേവിക്കുന്ന ഒരു കണക്കും. ഇതുപോലെ നമ്മുടെ കുക്കർ എല്ലാവർക്കും ഒരുപോലെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കാം. പച്ചപ്പയറും പച്ചക്കായും വെന്ത സ്ഥിതിക്ക് നമുക്ക് ഇനി ചട്ടി ചൂടാക്കിയിട്ട് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ വെച്ചിട്ട് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പാകത്തിനായിട്ടുള്ള വറ്റൽമുളക് ചതച്ച് ചേർക്കാം. മുളക് പൊടി കുറച്ചും ചേർക്കാം. നമുക്ക് വറ്റൽമുളക് മാത്രം ചേർക്കണമെങ്കിൽ അത്രയും നല്ലത്. ഞാൻ ചില സമയത്ത് കുറച്ച് മുളക് പൊടിയും ചേർക്കൂട്ടാം. അപ്പോൾ 1 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനൊരു മീഡിയം ഇതിലാണ് എരിവ് ചേർത്തിട്ടുള്ളത്. കറിവേപ്പില കൂടി ചേർത്തിളക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പച്ചപ്പയറും പച്ചക്കായും കൂടി ചേർക്കാം. ഈ ഒരു നനവ് വേണം കേട്ടോ. ഇതിന് വളരെ ഡ്രൈ ആയിട്ട് നിങ്ങൾ വേവിച്ചെടുക്കണമെങ്കിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കാം. ഭയങ്കര ഡ്രൈ ആയി കഴിഞ്ഞാൽ രുചി ഉണ്ടാവില്ല. കുറച്ചൊരു നനവ് വേണം ആ വേവിച്ച് വെച്ചിട്ടുള്ള പയറിനും പച്ചക്കായും. പച്ചപ്പയറിനും പച്ചക്കായുടെ മേലെ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ചേർത്താൽ മതി. എന്തായാലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ആക്കട്ടെ. പച്ചപ്പയറിലേക്കും പച്ചക്കായലിലേക്കും ആ ഉള്ളി ചതച്ചതും മുളക് ചതച്ചൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയാൽ മതി. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി അല്ലെങ്കിൽ കുത്തിക്കാച്ചത് സെറ്റായിട്ടുണ്ട്. സാമ്പാറും മോരുകറി അതുപോലെ മീൻകറിയൊക്കെ വെക്കുമ്പോൾ അതിന് സൈഡായിട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഉപ്പേരി ആട്ടത്.